ഒരു ഘട്ടം പൂർത്തിയായിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചും ചുറ്റുക ഉപയോഗിച്ചും ആ കോൺക്രീറ്റിന് ഒരു ഭാഗം പൊട്ടിച്ചു മാറ്റാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രമാത്രം ഇവർ ഈ സ്ലാബിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പുറത്തേക്ക് ഇവരെ കയറ് ഉപയോഗിച്ചൊക്കെ വലിച്ച് കയറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇവരുടെ കാലുകൾ കുടുങ്ങി എന്ന ഒരു പ്രാഥമിക വിവരം ലഭിച്ചിരുന്നു. സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലാണെന്ന് ആദ്യം അറിയിച്ചിരുന്നു. പിന്നീട് അത് എത്രയും ഭാരമുള്ള സ്ലാബുകളാണ്, അതിൽ നിന്നും ഇവരെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അത് പൊട്ടിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് മുമ്പായിട്ട് തന്നെ അല്പമൊന്നും ഈ സ്ലാബ് ജാക്കി വെച്ച് ഉയർത്താനുള്ള ശ്രമം അത് വിജയിച്ചിരുന്നു. അങ്ങനെയാണ് അകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ കുറച്ചെങ്കിലും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞതും. അതിനുശേഷമാണ് ഇവരോടുമായി സംസാരിച്ചതും അവർക്ക് വേണ്ട വെള്ളവുമൊക്കെ കൊടുത്തത്. രണ്ടുപേരും സംസാരിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ആശ്വാസ വാർത്തയാകുന്നത്. നേരത്തെ ഡീൻ കുര്യാക്കോസ് എം പിയും ആ രീതിയിൽ പ്രതികരിച്ചിരുന്നു. പ്രതീക്ഷയോടെ നിൽക്കുകയാണ്, മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഈ ഘട്ടത്തിലെ പ്രതീക്ഷ എന്നാണ് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞത്. എല്ലാവരും അവിടെയുള്ള എല്ലാവരും സ്വയം മറന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. 2 പേർ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദൗർഭാഗ്യകരമാണ് അവർക്കുണ്ടായ ഈ അവസ്ഥ. കാരണം അവർ ക്യാമ്പിലേക്ക് മാറാനിരുന്നവരാണ്. ഈ അപകടത്തിൽപ്പെട്ട സന്ധ്യയും ബിജുവും അവർ അത്യാവശ്യ രേഖകളും മറ്റ് സാധനങ്ങളൊക്കെ എടുക്കാൻ ക്യാമ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ഈ വീട്ടിലേക്ക് വന്ന് കയറിയതാണ്. ആ സമയത്ത് തന്നെയാണ് വലിയ ശബ്ദത്തോടുകൂടി ഈ 40 അടിയോളം ഉയരമുള്ള വലിയ മൺതിട്ട അതിടിഞ്ഞ് ഈ വീടിനകം മുകളിലേക്ക് വീണത്. ആ വീട് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 60-ഓളം പേർ താമസിക്കുന്ന 20-ലധികം വരുന്ന വീടുകൾ, അതിന് മുകളിലേക്ക് ഈ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു. പക്ഷേ ഇവർ മാത്രമാണ് ഈ രീതിയിൽ കുടുങ്ങിക്കിടന്നത്. മറ്റ് കുടുങ്ങിക്കിടന്ന ആൾക്കാരെയൊക്കെ നേരത്തെ തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാൻ ആദ്യമേ തന്നെ കഴിഞ്ഞിരുന്നു എന്നാണ് അവിടുത്തെ പൊതുപ്രവർത്തകനായ കെ എം ഷാജി 24-നോട് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ 2 പേരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ദേഹം ഈ സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിയ ഒരു സ്ഥിതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദഗ്ധർ വന്ന് എങ്കിൽ മാത്രമേ അവരെ പുറത്തെത്തിക്കാൻ കഴിയൂ എന്ന് നിലവന്നു. അത് മനസ്സിലാക്കിയാണ് പിന്നീട് ഫയർഫോഴ്സിനെയും പോലീസിനുമൊക്കെ പ്രദേശവാസികൾ വിവരമറിയിച്ചത്. അവർ പിന്നീട് അവരേക്ക് എത്തുകയും ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരം, ഇവരുടെ ദേഹത്തേക്ക് ചാഞ്ഞു കിടന്ന അല്ലെങ്കിൽ ദേഹത്തേക്ക് വീണ് കിടന്ന ആ സ്ലാബിൻ്റെ ഒരു ഭാഗം ഈ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചും ചുറ്റിക ഉപയോഗിച്ചും ഒക്കെ പൊട്ടിച്ചു മാറ്റാൻ ഈ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവരെ പുറത്തേക്ക് എടുക്കാവുന്നൊരു നിലയല്ല ഉള്ളത്. കാരണം അവരുടെ ദേഹം ആ രീതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് സ്ലാബിനടിയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ കാലുകൾ നേരത്തെ കുടുങ്ങിക്കിടക്കുന്നു എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിക്കുകൾ ദേഹത്ത് ഏൽക്കാത്ത രീതിയിൽ വേണം ഇനിയിപ്പോൾ രക്ഷാദൗത്യം നടത്താൻ. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. NDRF സംഘം അല്പസമയത്തിനകം അവിടേക്ക് എത്തും എന്നുകൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.